സങ്കീർത്തനം 16. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങിൽ ശരണം വെച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ കർത്താവ്. അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും. ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസ്സാരരാണ്. അവരിൽ ആനന്ദം കൊള്ളുന്നവർ അഭിശപ്തരാണ്. അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഞാൻ അവർക്ക് രക്തം കൊണ്ട് പാനീയ ബലി അർപ്പിക്കുകയില്ല. ഞാൻ അവരുടെ നാമം ഉച്ചരിക്കുകയില്ല. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്. വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുന്നിലുണ്ട്. അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അങ്ങെനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത് കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. സഹോദരരെ, ദാവീദിൻ്റെ ഈ സങ്കീർത്തന ഭാഗം ദാവീദിന് സർവശക്തനായ ദൈവത്തോടുള്ള വിശ്വാസത്തിൻ്റെ പാരമ്യതയും അതെൻ്റെ അവകാശമാണെന്നുള്ള ഉറപ്പും, ഒപ്പം സർവശക്തനായ ദൈവം നമുക്ക് നൽകിയ സമ്മാനമായ ഈശോ മിശിഹാ തമ്പുരാൻ്റെ ഉദ്ധാനത്തെക്കുറിച്ചുള്ള വിലയേറിയ ഒരു പ്രവചനവുമാണ്. ദാവീദ് രാജാവ് ഓരോ സങ്കീർത്തന ഭാഗം എഴുതുമ്പോഴും അവൻ്റെ ജീവിതകാലത്തിലെ ഓരോ സന്ദർഭങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഓരോ കഷ്ടപ്പാടിലും ദുരിതത്തിലും അവന് മാനസികമായ സന്തോഷവും ഹൃദയത്തിൽ ആനന്ദവും തോന്നിപ്പിക്കുവാൻ അവന് പ്രബോധനങ്ങൾ ഓരോ സമയങ്ങളിലും എത്തിച്ചു കൊടുത്തിരുന്നത് പരിശുദ്ധമായ ആത്മാവാണ്. ആ ആത്മാവിൻ്റെ കണ്ണിലൂടെ അവൻ കണ്ടതെന്തോ അത് അവൻ സങ്കീർത്തനമായി നമുക്ക് നൽകി. ആ സങ്കീർത്തന ഭാഗത്ത് തന്നെ പറയുന്നു, എൻ്റെ നന്മ ദൈവത്തിൻ്റെ ദാനമാണ്. എനിക്ക് നീയല്ലാതെ ഒന്നുമില്ല. നീ എൻ്റെ അവകാശമാണ്. ഓരോ മനുഷ്യർക്കും അവർക്ക് ആവശ്യപ്പെട്ട ഓഹരികൾ, എനിക്കത് വേണം, ഇത് വേണം, ഈ ഭൂമിയിലെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കേണ്ടതൊക്കെ ലഭിക്കണമെന്ന ആഗ്രഹം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അത് ദാവീദിനും ഉണ്ട്. ഏതാണ്? അവന് ദൈവമാണ് അവൻ്റെ ഓഹരി. ദൈവത്തിൻ്റെ സ്നേഹമാണ് അവൻ്റെ ഓഹരി. എനിക്ക് ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് ദൈവത്തോട് ചേർന്ന് സ്വർഗീയ ഭവനത്തിലാണ് എൻ്റെ ഓഹരി എന്നുള്ള വിശ്വാസം. ദൈവം നൽകുന്ന ഓരോ സ്നേഹവും ദൈവത്തിൻ്റെ ഓരോ ശിക്ഷണവും അവൻ തൻ്റെ പാനപാത്രമായി സ്വീകരിച്ചു. കാരണം ദൈവവുമായിട്ടുള്ള ബന്ധമില്ലാതെ ഒന്നും അവൻ്റെ ജീവിതത്തിൽ വിലയില്ലായിരുന്നു. ദൈവത്തോടവൻ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ഓരോ നിമിഷങ്ങളിലും പറഞ്ഞിരുന്നത്, ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ഇത് ഏറ്റവും ശക്തമായ ഒരു അപേക്ഷയായിരുന്നു. കാരണം ദൈവത്തിൽ വിശ്വസിക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ ശരണത്തിലല്ലാതെ ഈ ലോകത്തൊന്നും ചെയ്യാൻ സാധ്യമല്ല. ലോകത്തിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ. അതിൻ്റെ ആവേശങ്ങളിൽ ഞാൻ അകന്നു പോകരുത്. ദൈവത്തിൽ നിന്ന് അകന്നു പോയി ഈ ഭൂമിയിലെ ഓരോ പ്രലോഭനത്തിനും എന്നെ നിന്നിൽ നിന്ന് അകറ്റുവാൻ ഇടവരരുത്. സ്വാർത്ഥതയോ അഹങ്കാരമോ മടിയോ ഒന്നും എന്നെ സ്വാധീനിക്കരുതെന്നാണ് ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചിരുന്നത്. കാരണം അന്യദേവന്മാർ നമ്മൾ അന്നും ഇന്നും കാണുന്ന രീതിയിൽ പഴയ നിയമം മുതൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും നരബലികളും മറ്റ് ദുഷിച്ച ആചാരങ്ങളുമുള്ള കാലഘട്ടം തന്നെയാണ് ഇപ്പോഴും. അങ്ങനെ വിഗ്രഹാരാധകരുടെ ആധിക്യമുള്ള കാലമാണ്. അതിലൊന്നിലും ഞാൻ പെടാതെ, ഞാൻ ഒരു ദേവന്മാർക്കും ബലിയർപ്പിക്കുവാനോ അതിൽ പങ്കുചേരുവാനോ ഇടവരികയില്ല എന്നും ഞാൻ നിന്നെ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ എന്നും ഇതിലൂടെ നമുക്ക് ദാവീദ് രാജാവ് പറഞ്ഞു തരികയും, ഒപ്പം സർവശക്തനും പരിശുദ്ധനുമായിരുന്ന ഈശോ മിശിഹാ തമ്പുരാൻ പരിശുദ്ധൻ, അവൻ്റെ മരണത്തെയും അവൻ്റെ ശരീരം ജീർണിക്കാൻ അനുവദിക്കാതെ പുനരുദ്ധാനം എന്ന ആ വലിയ മഹത്വത്തെ നമുക്ക് കാണിച്ചു തരുവാനും അന്ന് പ്രവചനത്തിലൂടെ ഈ സങ്കീർത്തന ഭാഗത്ത് നമുക്ക് എഴുതി വച്ചിരിക്കുന്നു. കാരണം ഈശോയിലൂടെ നമ്മൾ പിതാവായ ദൈവത്തിൻ്റെ മക്കളാണെന്നും ദൈവം നമ്മളുടെയും അവകാശമാണെന്നും പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്ന അതേ കാര്യം തന്നെയാണ് ഈ സങ്കീർത്തന ഭാഗവും പറയുന്നത്. അതിനാൽ സർവശക്തനായ ദൈവം അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ജീവൻ്റെ മാർഗത്തിലൂടെ, അവൻ നമ്മളുടേതാണെന്നുള്ള അവകാശത്തിലൂടെ ഈ ഭൂമിയിലുള്ള സകല ആപത്തുകളിൽ നിന്നും രക്ഷ നേടി ജീവിപ്പാനും സത്യത്തിൻ്റെ നീതിയിലൂടെയും പാതയിലൂടെ സഞ്ചരിക്കാനും നമുക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.